കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്താ എടുത്തോണ്ടിരുന്നേ? റോമൻ നമ്പേഴ്സ് അല്ലേ? അപ്പൊ ഏതൊക്കെ ലെറ്റേഴ്സ് റോമൻ നമ്പേഴ്സ് ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നു പറഞ്ഞു? ഏതൊക്കെയാ? I, B, X, L, C, M and D. 7 ഇംഗ്ലീഷ് ലെറ്റേഴ്സ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ റോമൻ നമ്പേഴ്സ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഇവിടെ നമുക്ക് 3-ാം ക്ലാസ്സില് 1 to 50 റോമൻ നമ്പേഴ്സ് പഠിക്കാനുണ്ട്. 1 to 50 പഠിക്കാനുണ്ട്. ആ നമ്പേഴ്സ് എങ്ങനെ എഴുതുന്നതെന്ന് മാത്രം നിങ്ങൾ പഠിച്ചു വെക്കുക. അതിന്റെ റൂൾസും എഴുതേണ്ട മെത്തേഡും ഒന്നും പഠിക്കേണ്ട ആവശ്യമില്ല. നമ്പേഴ്സ് മാത്രം പഠിക്കാം. ഓക്കെ, എല്ലാരും നോട്ട്ബുക്ക് എടുത്തേ. എന്താ സാന? ക്ലിയർ ഇല്ല. ക്ലിയർ ഇല്ലാത്ത റേഞ്ചിന്റെ പ്രശ്നമായിരിക്കും മോളെ. ഇവിടെ നെറ്റിന് പ്രശ്നമൊന്നുമില്ല. എന്താ അറിയില്ലൂ? ക്ലാസ് കട്ടായിക്കൊണ്ട് കേറിക്കൊണ്ട് നിൽക്കുന്നേ. നിങ്ങൾക്ക് മഴയായതുകൊണ്ട് റേഞ്ചിന്റെ പ്രശ്നം ഉണ്ടാവും ചിലപ്പോ, അതുകൊണ്ടായിരിക്കും. മഴയല്ലേ, അതുകൊണ്ടായിരിക്കും. ഓക്കെ, അപ്പോ നിങ്ങളെല്ലാവരും നോട്ട്ബുക്ക് എടുത്തോ? അതില് റോമൻ നമ്പേഴ്സിന് ഹെഡിങ് എഴുതിയിട്ട് കുറച്ച് നോട്ട് എഴുതിയില്ലേ നിങ്ങള്? ഒന്നും എഴുതിയില്ല? എഴുതിയല്ലോ കഴിഞ്ഞ ക്ലാസ്സില്. റോമൻ നമ്പേഴ്സില് ഈ ലെറ്റേഴ്സ് ഒക്കെ ഉപയോഗിക്കുന്നു എന്ന് പറഞ്ഞിട്ട് എഴുതിയില്ലേ? യെസ്, എഴുതി. എന്നിട്ട് ഓരോ ലെറ്റേഴ്സിന്റെ വാല്യൂ എത്രയാന്ന് എഴുതിയിട്ടുണ്ട് അല്ലേ? അപ്പൊ നമുക്കിന്ന് 1 to 50 നമ്പേഴ്സ് എഴുതാൻ പഠിക്കാം റോമൻ ലെറ്റേഴ്സിൽ. ഓക്കെ, വെയിറ്റ്. Okay, listen. All of you take your notebook and write here. ആരാ സ്ക്രീനിൽ വരച്ചിരുന്നേ? Listen here. Roman numerals from 1 to 50. ഇത് നിങ്ങൾക്ക് വേറെ ഒരു വഴിയില്ല. ഇത് എഴുതുന്ന പോലെ പഠിക്കലേ രക്ഷയുള്ളൂ കേട്ടോ. ഇത് കാരണം നിങ്ങൾക്ക് ഇത് എഴുതാനുള്ള റൂൾസ് ഒന്നും പഠിക്കാനില്ല, നമ്പേഴ്സ് മാത്രമേ പഠിക്കാനുള്ളൂ. 1 to 50 നമ്പേഴ്സ് പഠിച്ചു വെക്കാം. ഓക്കെ,
Roman numerals from 1 to 50. അപ്പൊ 1 ഉള്ളതിന് നമ്മൾ എങ്ങനെ എഴുതും? ക്യാപിറ്റൽ ലെറ്റർ ഐ. ഐന്റെ വാല്യൂ 1 ആണെന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടല്ലേ? പറഞ്ഞിട്ടില്ലേ? ക്യാപിറ്റൽ ലെറ്റർ ഐ. 2 എന്നുള്ളതിനോ 2 തവണ ക്യാപിറ്റൽ ലെറ്റർ ഐ. 3 എന്നുള്ളതിന് 3 എന്നുള്ളതിന് ക്യാപിറ്റൽ ലെറ്റർ ഐ 3 ടൈംസ്. നെക്സ്റ്റ് 4 എന്നുള്ളതിന് ഐ വി. ഐ വി. 5 എന്നുള്ളതിന് നമുക്ക് തന്നിട്ടുണ്ട് ലെറ്റർ വി. 7 is V, sorry 6. 6 is VI. 7 is VII. 8 is VIII. 9 is IX. 9 is IX and 10 is X. അപ്പൊ 1 to 10 നമ്പേഴ്സ് വരുമ്പോൾ തന്നെ നമ്മളെ റോമൻ ലെറ്റേഴ്സിലെ 3 ലെറ്റേഴ്സും വന്നു അല്ലേ? I1, V5, X10. എഴുതിയോ 10 വരെ? 1I, 2II, 3III, 4IV, 5V, 6VI, 7VII, 8VII, 9IX, 10X. എഴുതിയോ? പെട്ടെന്ന് എഴുതിക്കോ. എല്ലാരും എഴുതി കഴിഞ്ഞോ? ഇപ്പൊ തന്നെ ഇതെല്ലാരും ഒന്ന് പഠിച്ചേ. ഇപ്പൊ തന്നെ പഠിച്ചേ. 1 to 10.
1 to 10 എഴുതാൻ വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. 1i, 2i, 3i, 4iv, 5v, 6vi, 7vii, 8vii, 9ix, 10x. ഇത്രയും പഠിച്ചില്ലേ? ഡൗട്ട് ഒന്നുമില്ലല്ലോ? 1 to 10. ഇനി 0 എന്നുള്ളതിനെ നമ്മൾ എങ്ങനെ റെപ്രസെന്റ് ചെയ്യും? റോമൻ ന്യൂമറൽസിൽ എങ്ങനെ റെപ്രസെന്റ് ചെയ്യും? There is no symbol for representing 0. There is no symbol to represent 0 in Roman numerals. Roman numeralsൽ 0 എന്നുള്ളത് റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടി പ്രത്യേകിച്ച് സിമ്പിൾസ് ഒന്നും ഇല്ല. 0 വരുന്ന നമ്പേഴ്സ്, 0 വരുന്ന ഡിജിറ്റ്സ് നമ്മൾ വേറെ തന്നെ എഴുതുക ചെയ്യുന്നത്. അതിന് പ്രത്യേകിച്ച് സിമ്പിൾ ഒന്നും ഇല്ല. ഓക്കെ, എന്താ അറിയൂ? റിലൂന് എന്താ പറയാനുള്ളത്? 0 മനസ്സിലായിട്ടില്ലേ? ഓക്കെ, നമ്മള് റോമൻ ന്യൂമറൽസില് 7 ലെറ്റേഴ്സ് വെച്ചിട്ടാണ് നമ്പേഴ്സ് എഴുതുന്നതെന്ന് പറഞ്ഞു അല്ലേ? ഏതൊക്കെയാ 7 ലെറ്റേഴ്സ്? I, V, X, L, C, D and M. ഈ 7 ലെറ്റേഴ്സ് വെച്ചിട്ടാണ് എല്ലാ നമ്പേഴ്സും നമ്മള് റോമൻ ന്യൂമറൽസിൽ എഴുതുന്നത്. But in Hindu Arabic numerals we use 0, 1, 2, 3, 4, 5, 6, 7, 8, 9. 0 മുതൽ 9 വരെയുള്ള നമ്പേഴ്സ് ഉപയോഗിച്ചിട്ടാണ് ഹിന്ദു അറബിക് ന്യൂമറൽസിൽ നമ്മൾ നമ്പേഴ്സ് എഴുതുന്നത്. But in Roman numerals there is no symbol for representing 0. റോമൻ ന്യൂമറൽസിൽ 0 എന്നുള്ളതിനെ റെപ്രസെന്റ് ചെയ്യാൻ പ്രത്യേകിച്ച് സിമ്പിൾ ഒന്നും ഇല്ല. 10 എന്നുള്ളത് 1, 0 എന്നുള്ളത് നമ്മൾ എക്സ് എന്നല്ലേ റെപ്രസെന്റ് ചെയ്യുന്നേ? എക്സ് എന്നല്ലേ 10 പറയുന്നേ? അതുപോലെ 20 വരുമ്പോ എക്സ് വരും. 30 വരുമ്പോ എക്സ് വരും. 30 എന്നുള്ളത് നമ്മൾ ഹിന്ദു അറബിക് ന്യൂമറൽസിൽ 30 എന്നല്ലേ എഴുതുന്നേ? 0 എന്നുള്ളതിന് വേറെ തന്നെ സിമ്പിൾ ഉണ്ടെങ്കിൽ നമ്മൾ റോമൻ ന്യൂമറൽസിൽ എങ്ങനെ എഴുതും? 3 എന്നുള്ളതിന് ഐ എഴുതും, 0 എന്നുള്ളതിന് വേറെ എഴുതും. ബട്ട് ഹിയർ അങ്ങനെ അല്ലല്ലോ നമ്മൾ എഴുതുന്നത്. 10 എന്നുള്ളതിന് എക്സ് എന്നാ എഴുതുന്നത്. ഓക്കെ, ദാറ്റ് മീൻസ് there is no separate symbol for 0 in Roman numeral. 10 വരെ എല്ലാരും പഠിച്ചോ? 10 വരെ ഏകദേശം അറിയാൻ തോന്നുന്നു. ഫസ്റ്റ് സ്റ്റാൻഡേർഡ്, സെക്കൻഡ് സ്റ്റാൻഡേർഡ് എന്നൊക്കെ എഴുതുന്നതുകൊണ്ട് 10 വരെ അറിയാൻ തോന്നുന്നു അല്ലേ? നമുക്ക് 20 വരെ എഴുതി നോക്കിയാലോ? റെഡി അല്ലേ? All of you take your book. Next 11. 11 നമ്മൾ എങ്ങനെ എഴുതും? xi ആണ് 11. 12 xii is 11, xii is 12. Then 13 is xii. Xും 3iയും കൂടിയാൽ 13 ആയി. നെക്സ്റ്റ് 14. 14 എങ്ങനെ എഴുതുക? 10ന്റെ കൂടെ 4 കൂട്ടി അല്ലേ? 10 എന്നുള്ളതിന്റെ സിമ്പിൾ എക്സ്,
4 എന്നുള്ളതിന്റെ സിമ്പിൾ IV. This is 14. That means XIV is 14. ഇനി 15. 15 എങ്ങനെ എഴുതും? 10 plus 5 അല്ലേ 15. അപ്പൊ 10ന്റെ സിമ്പിൾ X, 5ന്റെ സിമ്പിൾ V. So XV is 15. ഇനി 16 ആണെങ്കിലോ XVI. 16 എന്ന് പറയുന്നത് 10 plus 6 ആണ്. അതുകൊണ്ട് 10ന്റെ സിമ്പിൾ X, 6ന്റെ സിമ്പിൾ VI. ഓക്കെ, 16 എന്നുള്ളത് XVI. ഇനി 17 എന്നുള്ളതോ XVI. Seventeen is XVI. Any 18 is XVI. That means 18 can be written as 10 plus 8. Eighteen is XVI. Any 19. 19 is XIX. XIX is 19. XIX is 19. ഇനി 20 എങ്ങനെ എഴുതാം? രണ്ട് പത്തുകൾ കൂടിയല്ലേ 20. So 20 can be written as XX. എന്തുകൊണ്ടാ XX വന്നേ? Xന്റെ വാല്യൂ 10 ആണ്. അപ്പൊ 20 എന്ന് പറയുന്നത് രണ്ട് 10 കൂടിയതാണ് അല്ലെ? 2 tens makes 20. അപ്പോ 10ന്റെ രണ്ട് സിമ്പൽ ഇട്ടാൽ മതി, XX. ഇതിനകത്ത് നിങ്ങൾക്ക് ഒരു കൺഫ്യൂഷനും വേണ്ട. ഈ 11 മുതൽ 20 വരെയുള്ള നമ്പേഴ്സില് എങ്ങനെ എഴുതുന്നതെന്ന് വെച്ചാല് 1 to 10 നിങ്ങൾ പഠിച്ചല്ലോ. 1 to 10 പഠിച്ചില്ലേ? അതിന്റെ തൊട്ട് ലെഫ്റ്റിലായിട്ട് ഓരോ സിമ്പിളിന്റെയും ലെഫ്റ്റില് X ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഓക്കെ, 1 to 10 നമ്പേഴ്സിന്റെ സിമ്പിളില് തൊട്ട് മുന്നേ X ഇട്ട് കൊടുത്താല് എന്തായി? 11 to 20 വരെയുള്ള നമ്പേഴ്സ്. എഴുതി കഴിഞ്ഞോ? എഴുതി കഴിഞ്ഞോ എല്ലാരും? ഓക്കെ, അപ്പോ 1 മുതൽ 20 വരെയുള്ള നമ്പേഴ്സ് എഴുതാൻ പഠിച്ചില്ലേ? പഠിച്ചോ? ഓക്കെ, ഇനി ഇതേപോലെ നിങ്ങള് 20 മുതൽ 30 വരെ ഒന്ന് എഴുതി നോക്കിയേ നോട്ടില്. 20 മുതൽ 30 വരെ എങ്ങനെ എഴുതും? ഒരു വ്യത്യാസവും ഇല്ല. 21 എന്ന് പറയുമ്പോ ഈ 20 കണ്ടില്ലേ? 2x കണ്ടില്ലേ? ആ എക്സിന്റെ കൂടെ 2xന്റെ കൂടെ ഈ 1 to 9 നമ്പേഴ്സ് സിമ്പിൾസ് അതേപോലെ എഴുതി കൊടുത്താൽ മതി. എഴുതാൻ പറ്റുമോ? 20 മുതൽ 30 വരെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയേ.
എല്ലാവരും എഴുതിക്കോ. അപ്പോഴത്തേക്ക് മിസ് ഇവിടെ എഴുതി വെക്കാം. എല്ലാവരും എഴുതി കഴിഞ്ഞതിന് ശേഷം മിസ് കാണിച്ചു തരാം കേട്ടോ. അപ്പൊ നിങ്ങൾ ശരിയാണോ നോക്കിയാൽ മതി. 20 മുതൽ 30 വരെ. ഇപ്പൊ നിങ്ങൾ 11 to 20 എഴുതിയില്ലേ? എങ്ങനെ എഴുതി? 10ന്റെ കൂടെ ബാക്കി 10 എന്നുള്ളതിന്റെ സിമ്പിളിന്റെ ഇപ്പുറത്തായിട്ട് 1 മുതൽ 9 വരെയുള്ള നമ്പേഴ്സ് സിമ്പിൾസ് എഴുതിയിട്ട് 11 മുതൽ 20 വരെ എഴുതി. അതേപോലെ 20 എന്നുള്ള സിമ്പിളില്ലേ, XX 2Xന്റെ സിമ്പിളില്ലേ 20, അതിന് തൊട്ട് ശേഷം 1 മുതൽ 9 വരെയുള്ള നമ്പേഴ്സ് എഴുതിയാല് 21 മുതൽ 29 വരെയായി. അതൊന്ന് എഴുതി നോക്കിയേ. എന്താ സനക്ക് എന്താ പറയാനുള്ളേ? കേൾക്കുന്നില്ല. അവിടെ മഴ പെയ്യുന്നുണ്ടോ മോളെ? ഹെഡ്സെറ്റ് എടുത്ത് വെച്ച് നോക്കിയേ. ഏഞ്ചൽ റോസ് എഴുതി കഴിഞ്ഞു. മുഹമ്മദ് ഷാൻ എഴുതി കഴിഞ്ഞു. വേറെ ആരാ? സെൽന എഴുതി കഴിഞ്ഞു. ആരാധ്യ ഓക്കെ. ബെനീറ്റ, സിദ്ധാന്ത് ഓക്കെ. ടോഷിൻ, എഡ്വിൻ, എഴുതി കഴിഞ്ഞോ? നമുക്ക് ചെക്ക് ചെയ്താലോ ശരിയാണോന്ന്? എല്ലാവരും ഒന്ന് നോക്കിക്കോ. മിസ് വായിക്കാട്ടോ. 21XXI എഴുതിയത് എല്ലാരും ഒന്ന് നോക്കിയേ. ഇതുപോലെ തന്നെയാണോ എഴുതിയത് നോക്കിയേ. 21XXI, 22XXII, 23XXIII, 24XXIV, 25XXV, 26XXVI, 27XXVII, 28XXVIII, 29XXIX, 30XXX. നോക്കട്ടെ ആർക്കൊക്കെ എല്ലാം ശരിയായിട്ടുണ്ട്. നിഹാര, എഡ്വിൻ, ഫവാസ്, കൈസ്, ബെനീറ്റ, ജൂലിയ ജോസ്, സെൽന, അലൻ, ജുവൽ ആൻഡ് ജോമൽ, ആസിയ സഫ, ജോയൽ, ജെവിൻ. ടോഷിന് തെറ്റിപ്പോയോ? ഇറ്റ്സ് ഓക്കെ. ഏഞ്ചൽ, സിദ്ധാന്ത്, നിഹാര, മുഹമ്മദ് ഷാനിന് തെറ്റിപ്പോയോ? അത് സാരില്ല, തെറ്റിയതിൽ കുഴപ്പമൊന്നുമില്ല. എല്ലാരും ഇത് കറക്റ്റ് ആയിട്ടൊന്ന് എഴുതിയെടുത്തേ. തെറ്റിയതൊക്കെ കാണിച്ചു തരാം കേട്ടോ. എന്താ 21 to 30 കറക്റ്റ് ആയിട്ടൊന്ന് എഴുതിയെടുത്തേ. നിങ്ങള് എവിടെയാ തെറ്റിയെന്ന് വെച്ചാൽ ഇത് നോക്കി എഴുതിക്കോ. കറക്റ്റ് ചെയ്തോ? തെറ്റിയതൊക്കെ കറക്റ്റ് ചെയ്തോ? അപ്പോ നമ്മുടെ ഇന്നത്തെ ടൈം തീരാറായി. ഹോംവർക്ക് കൂടി ഞാനിപ്പോ പെട്ടെന്ന് പറയാം. നിങ്ങളിപ്പോ 20 മുതൽ 30 വരെ എഴുതിയതുപോലെ 30 മുതൽ 40 വരെ ഒന്ന് എഴുതണം.
ടെക്സ്റ്റ് നോക്കണ്ട, ആരും ടെക്സ്റ്റ് നോക്കണ്ട. ടെക്സ്റ്റ് നോക്കാതെ 30 മുതൽ 40 വരെ ഒരു പേജിൽ അത് മാത്രം എഴുതിയിട്ട് ഒന്ന് അയച്ചു തരണേ. ഇത്ര വരെ എഴുതിയതൊന്നും വേണ്ട. 30 മുതൽ 40 വരെ, 31, 32, 33 മുതൽ 40 വരെ ഒരു പേജിൽ സെപ്പറേറ്റ് ആയിട്ട് എഴുതിയിട്ട് അത് മാത്രം അയച്ചു തന്നാൽ മതി. പിന്നെ ഒരു കാര്യം കൂടി, all of you listen here. ഒരു കാര്യം കൂടി പറയാനുള്ളത്, നിങ്ങളുടെ എക്സാമിന്റെ ക്വസ്റ്റ്യൻ ആൻസർ നിങ്ങൾ നോട്ട്ബുക്കിൽ എഴുതി വെച്ചിട്ടില്ലേ? അതുകൂടി ഒന്ന് ഇന്ന് മിസ്സിന് പേഴ്സണൽ ആയിട്ട് അയച്ചു തരണേ. ഹോംവർക്ക് എല്ലാവരും ഗ്രൂപ്പിൽ ഇട്ടാൽ മതി. എക്സാമിന്റെ ക്വസ്റ്റ്യൻ ആൻസർ മിസ്സിന് പേഴ്സണൽ ആയിട്ട് അയച്ചു തരാം. നമ്പർ ഉണ്ടല്ലോ മിസ്സിന്റെ നമ്പർ ഇല്ലേ? എല്ലാവരുടെ കയ്യിലുണ്ടോ? ഓക്കെ, ഇല്ലാത്തവര് ജസ്റ്റ് ഒന്ന് എഴുതിയെടുത്തോ. പിന്നെ ഒരു കാര്യം, ഈ എക്സാമിന്റെ ക്വസ്റ്റ്യൻ ആൻസർ എഴുതി അയക്കുന്ന സെൻഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ പേര് കൂടി ഒന്ന് വെക്കണേ. മിസ്സിന്റെ നമ്പർ ഇതാ, മിസ് ഇപ്പൊ സ്ക്രീനിൽ ടൈപ്പ് ചെയ്ത് വെക്കുന്നുണ്ട്. 8111916120. നമ്പർ ഇല്ലാത്തവർ ഒന്ന് ജസ്റ്റ് നോട്ട് ചെയ്ത് വെച്ചോ. ഈ നമ്പറിലേക്ക് നിങ്ങളുടെ എക്സാമിന്റെ ക്വസ്റ്റ്യൻ ആൻസർ ഇന്ന് തന്നെ അയച്ചു തരണം. നാളത്തേക്ക് വെക്കാൻ പാടില്ല. ഇന്ന് തന്നെ ക്വസ്റ്റ്യൻ ആൻസർ ഈ നമ്പറിലേക്ക് പേഴ്സണൽ ആയിട്ട് അയച്ചു തരാം. ഹോംവർക്ക് എല്ലാവരും ഗ്രൂപ്പിൽ ഷെയർ ചെയ്യാം. ഹോംവർക്ക് പറഞ്ഞത് മനസ്സിലായല്ലോ? ഓക്കെ, എന്താ ബെനീറ്റ? മിസ്സേ, ഇത് എഴുതിയത് മൊത്തം അയക്കണോ അതോ ഹോംവർക്ക് തന്നെ അയച്ചാൽ മതി? ഹോംവർക്ക് മാത്രം അയച്ചാൽ മതി. ഒരു പേജിൽ സെപ്പറേറ്റ് ആയിട്ട് ഹോംവർക്ക് മാത്രം എഴുതിട്ട് അയച്ചാൽ മതി. നിഹാരക്ക് എന്താ പറയാനല്ലേ? കഴിഞ്ഞ ക്ലാസ്സിലൊന്നും ഞാൻ കേറിയില്ലായിരുന്നു. എന്നിട്ട് വോയിസ് ഒന്നും കേട്ടില്ലേ ക്ലാസിന്റെ? ഇല്ല. എന്തേ? ഞാൻ ക്ലാസ്സിൽ കേറിയിട്ടില്ലായിരുന്നു കഴിഞ്ഞ ക്ലാസ്സിലൊന്നും. അതിന്റെ ഒന്ന് ക്ലാസിന്റെ വോയിസ് യൂട്യൂബ് ലിങ്കും ഒക്കെ ഇടുന്നില്ലേ? അതൊന്നും കിട്ടിയില്ലായിരുന്നോ? ഞങ്ങൾ നോക്കിയില്ല. ക്ലാസിന്റെ ഗ്രൂപ്പില്ല ഞങ്ങൾക്ക്. ക്ലാസിന്റെ ഗ്രൂപ്പില്ലേ? ഇല്ല. എന്നാ മിസ്സിന്റെ ഫോണിലേക്ക് ഒന്ന് മെസ്സേജ് അയച്ചോ, മിസ് ആഡ് ചെയ്യാട്ടോ. എപ്പോഴും കിട്ടുന്ന വാട്സാപ്പ് നമ്പറിന് മിസ്സിന്റെ ഫോണിലേക്ക് ഒരു മെസ്സേജ് അയക്കാം. അത് മിസ് ആഡ് ചെയ്തോളാം ഗ്രൂപ്പിൽ. ഓക്കെ ഓക്കെ. എഡ്വിൻ എന്താ പറയാനുള്ളത്? ടീച്ചർ, ഞാനല്ലേ എക്സാമിന്റെ നോട്ടിലേക്ക് എഴുതിയിട്ടില്ല. അതെന്താ എഴുതാതിരുന്നേ? സാറ് പറഞ്ഞല്ലേ എഴുതി വെക്കണമെന്ന്. എന്ത് പറ്റി പിന്നെ എഴുതാതിരുന്നേ? ഞാൻ പരീക്ഷ കഴിഞ്ഞിട്ടാ സാർ പറഞ്ഞേ. ആഹാ, ഒരു കാര്യം ചെയ്യാ, എക്സാമിന്റെ ലിങ്ക് ഗ്രൂപ്പിൽ തന്നെ കിടക്കുന്നുണ്ടാവും. ആ ലിങ്കിൽ കയറിയിട്ട് ആ ക്വസ്റ്റ്യൻ ആൻസർ ഒന്ന് എഴുതി വെക്കുക കേട്ടോ. സബ്മിറ്റ് ചെയ്യേണ്ട എക്സാം. ആ ക്വസ്റ്റ്യൻ നോക്കി ബുക്കിലേക്ക് എഴുതുക, ആൻസർ എഴുതുക, എന്നിട്ട് അയച്ചു തരാം. ഓക്കെ, വേറെ ആർക്കും ഡൗട്ട് ഒന്നും ഇല്ലല്ലോ? ഓക്കെ, അപ്പൊ അടുത്ത ക്ലാസ്സിൽ കാണാം കേട്ടോ. ഈ രണ്ട് കാര്യങ്ങൾ ഇന്ന് തന്നെ ചെയ്യണം. ഹോംവർക്ക് ഗ്രൂപ്പിലിടുക, എക്സാമിന്റെ ക്വസ്റ്റ്യൻ ആൻസർ മിസ്സിന് പേഴ്സണൽ ആയിട്ട് അയച്ചു തരാം. ഓക്കെ, എന്താ സഫ? മിസ്സേ, ഞാൻ എക്സാമിന്റെ ക്വസ്റ്റ്യൻ ആൻസർ എഴുതിയിട്ടില്ല. ഇപ്പൊ എഡ്വിനോട് പറഞ്ഞത് കേട്ടോ മോളെ? എക്സാമിന്റെ ലിങ്കിൽ ഒന്നുകൂടി ക്ലിക്ക് ചെയ്യുക, അതിന്റെ ക്വസ്റ്റ്യൻ നോക്കി എഴുതാം. എക്സാം സബ്മിറ്റ് ചെയ്യണ്ട, ക്വസ്റ്റ്യൻ ആൻസർ മാത്രം എഴുതാം കേട്ടോ. ഓക്കെ, അടുത്ത ക്ലാസ്സിൽ കാണാം കേട്ടോ. ബൈ.